മലങ്കര കാത്തലിക് ടിവിയുടെ കാറ്റക്കേസിസ് എന്ന പരമ്പരയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് സമാന്തര സുവിശേഷങ്ങളിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കാണാൻ പരിശ്രമിക്കുക വിശുദ്ധ മർക്കോസിൻ്റെയും വിശുദ്ധ ലൂക്കായുടെയും വിശുദ്ധ യോഹന്നാൻ്റെയും സുവിശേഷങ്ങളാണ്. ആദ്യം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് നമുക്ക് കാണാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പഠനവും വായനയും കൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലാവുക? ചരിത്ര പുരുഷനായ യേശുവിനെ മനസ്സിലാക്കുന്നതിനും അവിടുന്ന് ദൈവപുത്രനാണെന്ന് തിരിച്ചറിയുന്നതിനും അങ്ങനെ തിരിച്ചറിയുന്നതിലൂടെ ഈ ദൈവപുത്രൻ നമ്മുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതിനും ഈ സുവിശേഷത്തിൻ്റെ വായനയും പഠനവും നമ്മളെ സഹായിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ചില സവിശേഷതകൾ. മർക്കോസിൻ്റെ സുവിശേഷമാണ് ആദ്യമായി രചിക്കപ്പെട്ടത്. മർക്കോസിൻ്റെ സുവിശേഷം ആദ്യം രചിക്കപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ അത് വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ ലൂക്കായുടെയും സുവിശേഷത്തിൻ്റെ സ്രോതസ്സായി നിലകൊള്ളുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ എല്ലാ ഭാഗങ്ങളും തന്നെ മറ്റ് സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കം ചില ഭാഗങ്ങൾ മാത്രമേ മറ്റു സുവിശേഷങ്ങളിൽ ഇല്ലാത്തതായി മർക്കോസിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. വളരെ ഹ്രസ്വവും ലളിതവുമായിട്ടുള്ള ഒരു സുവിശേഷമാണ് വിശുദ്ധ മർക്കോസിൻ്റേത്. വിശുദ്ധ മർക്കോസ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ക്രിസ്റ്റോളജി, അതിൻ്റെ ക്രിസ്തു വിജ്ഞാനീയം എന്നത് ചരിത്ര പുരുഷനായ യേശുവിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ചരിത്ര പുരുഷനായ യേശുവിനെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതുമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ കർത്താവ്, ഗ്രന്ഥകർത്താവ് ആരാണ്? സുവിശേഷകനായ മർക്കോസ് ആരാണ് എന്ന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം എഴുതപ്പെട്ട് ഏകദേശം 50 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പപ്പിയാസാണ് ആദ്യമായിട്ട് ഈ സുവിശേഷത്തിന് മർക്കോസിൻ്റെ സുവിശേഷം എന്ന ഒരു സൂചന നൽകുന്നത്. തെർത്തുല്യൻ പറയുക മർക്കോസ് പത്രോസിൻ്റെ വ്യാഖ്യാതാവാണ് എന്നാണ്. ഇൻ്റർപ്രറ്റർ ഓഫ് പീറ്റർ എന്നാണ് മർക്കോസിനെ വിളിക്കുക. ഈശോയുടെ വചനങ്ങളും പ്രവൃത്തികളുമൊക്കെ ആദ്യം രേഖപ്പെടുത്തി വെച്ചത് മർക്കോസ് തൻ്റേതായ ഒരു ക്രമത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പത്രോസിൻ്റെ സഹപ്രവർത്തകനായിരുന്നു മർക്കോസ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഉറവിടം എന്നത് പത്രോസ് ആയിരിക്കാം എന്ന് പല ആദ്യകാല സഭാപിതാക്കന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. രക്തസാക്ഷിയായ ജസ്റ്റിൻ പറയുക പത്രോസിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്നാണ് മർക്കോസിൻ്റെ സുവിശേഷത്തെ പറ്റി. പത്രോസ് റോമിൽ വെച്ച് പ്രസംഗിച്ച കാര്യങ്ങൾ മതപീഡനത്തിൻ്റെ സാഹചര്യത്തിൽ മർക്കോസ് എഴുതിയതാകാം എന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുക. നമ്മൾ യോഹന്നാൻ മർക്കോസ് എന്നൊരു വ്യക്തിയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വചനങ്ങൾ, 15-ാം അധ്യായം 37-ാമത്തെ വചനം, 13-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വചനങ്ങൾ, 16-ാം അധ്യായം 39-ാമത്തെ വചനം, പൗലോസ്ലിഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 10-ാം വചനം, പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 13-ാം വചനം, ഇവിടെയെല്ലാം യോഹന്നാൻ മർക്കോസ് എന്നൊരാളെ കുറിച്ചുള്ള സൂചനയുണ്ട്. ദൈവശാസ്ത്ര പണ്ഡിതര് പറയുക ഒരുപക്ഷെ ഈ യോഹന്നാൻ മർക്കോസ് ആയിരിക്കാം നമ്മൾ കാണുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ കർത്താവ് എന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയ കാലഘട്ടം ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിൻ്റേതാണ്. ഇത് 60-നും 70-നും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ടു എന്നാണ് പൊതുവെ കരുതപ്പെടുക. റോമാക്കാരുമായുള്ള യുദ്ധത്തിൻ്റെ അവസാനവും ദേവാലയ നാശത്തിന് മുൻപും ഉള്ള ഒരു കാലഘട്ടത്തിലായിരിക്കാം ഈ സുവിശേഷം എഴുതപ്പെട്ടിട്ടുള്ളത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ 13-ാം അധ്യായത്തിൽ ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ പ്രവചനങ്ങളാണ് പിന്നീട് നിറവേറപ്പെട്ടത്. മർക്കോസിൻ്റെ സുവിശേഷം എഴുതപ്പെട്ട സ്ഥലം ഏതാണ്? ദ പ്ലേസ് ഓഫ് റൈറ്റിംഗ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഈ സുവിശേഷം എഴുതപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുക. വളരെയധികം ലത്തീൻ വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട്, ആ ലത്തീൻ വാക്കുകളുടെ ഗ്രീക്ക് വിവർത്തനം ഉപയോഗിക്കുന്നത് കൊണ്ട്
ദൈവശാസ്ത്ര പണ്ഡിതർ പറയുക, ഒരുപക്ഷെ റോം ആയിരിക്കാം ഈ സുവിശേഷം എഴുതപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്ഥലം എന്നാണ്. പത്രോസ് തൻ്റെ അവസാന നാളുകളിൽ റോമിൽ ആയിരുന്നല്ലോ. അങ്ങനെ റോമിലായിരുന്ന പത്രോസുമായിട്ടുള്ള ബന്ധം ഈ സുവിശേഷം എഴുതാനായിട്ട് പ്രേരകമായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ആരാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ സ്വീകർത്താക്കൾ, ഓഡിയൻസ്? വിജാതീയ ക്രൈസ്തവ സമൂഹത്തെ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടായിരിക്കാം മർക്കോസ് സുവിശേഷം എഴുതിയിട്ടുള്ളത്. എന്നാൽ യഹൂദരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 7-ാം അധ്യായം 3-4 വചനങ്ങളിലൊക്കെ യഹൂദ പാരമ്പര്യത്തെക്കുറിച്ച് വിശദീകരണം നൽകുന്നുണ്ട്. അതൊരുപക്ഷെ ഒരു വിജാതീയ ക്രൈസ്തവ സമൂഹത്തോട് സംസാരിക്കുന്നത് കൊണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വചനങ്ങളിലെ ഈശോ വിജാതീയരോട് പ്രസംഗിക്കുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് മർക്കോസ് പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ തന്നെ യഹൂദരുടെ ശുദ്ധീകരണ നിയമങ്ങളെക്കുറിച്ച് വിമർശിക്കുന്നതും ക്രിസ്തുവിലൂടെ പുതുതായി നൽകപ്പെട്ട നിയമത്തെക്കുറിച്ച് പരാമർശിക്കുന്നതും ഒക്കെ കാണുമ്പോഴും ഇതൊരു വിജാതീയ ക്രൈസ്തവ സമൂഹത്തെ ഉദ്ദേശിച്ച് എഴുതപ്പെട്ടതായിരിക്കാം എന്ന് നമുക്ക് കരുതാം. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഘടന, പല ഘടനകളും നമ്മുടെ മുൻപിൽ പല പുസ്തകങ്ങളിലും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു സുവിശേഷത്തിൻ്റെ ഘടനയാണ് നമ്മൾ കാണാനായിട്ട് പരിശ്രമിക്കുക. ദ സ്ട്രക്ചർ ഓഫ് ദ ഗോസ്പൽ ഓഫ് മാർക്ക്. മർക്കോസിൻ്റെ സുവിശേഷത്തെ നമ്മൾ മനസ്സിലാക്കുക. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പ്രധാനമായും മർക്കോസ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക മിശിഹ രഹസ്യത്തെക്കുറിച്ചാണ്, മെസ്സിയാനിക് സീക്രട്ട്. അതിനെക്കുറിച്ച് ദൈവശാസ്ത്രപരമായ ഒത്തിരിയേറെ പഠനങ്ങൾ മർക്കോസിനെ കുറിച്ചുള്ള പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മനസ്സിലാക്കുമ്പോൾ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. 4ആയിട്ടാണ് മർക്കോസിൻ്റെ സുവിശേഷത്തെ തിരിക്കുക. 1-ാം അധ്യായം മുതൽ 8-ാം അധ്യായം 26 വരെയുള്ള വചനങ്ങൾ ഈശോ ആരാണ് എന്ന ഒരു ചോദ്യമാണ്. മിശിഹായെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് അവിടെ കാണുക. ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ജീസസ്. 8-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം കാണുന്നുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ചോദ്യം നമ്മൾ കാണുക. ഹു ഈസ് ജീസസ്? ഈശോ ആരാണ് എന്നൊരു ചോദ്യം ഈശോ തന്നെ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്. തുടർന്ന് 8-ാം അധ്യായം 31 മുതൽ 10-ാം അധ്യായം 52 വരെയുള്ള വചനങ്ങളിൽ ഈശോയുടെ ദൗത്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് മർക്കോസ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ദ മിഷൻ ഓഫ് ജീസസ്. 11-ാം അധ്യായം മുതൽ 16-ാം അധ്യായത്തിൻ്റെ അവസാനം വരെയുള്ള ഭാഗത്ത് ഈശോയുടെ ദൗത്യം ഈശോ എങ്ങനെയാണ് നിർവഹിക്കുന്നത് എന്നത് വിശദീകരിക്കുന്നു. ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് മർക്കോസിൻ്റെ സുവിശേഷത്തെ പ്രധാനമായും വിഭജിച്ചിരിക്കുക. 1-ാമത്തെ ഭാഗത്തിൽ ആരാണ് ഈശോ എന്നൊരു ചോദ്യം നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഇടയിൽ ജീവിച്ച നസ്രത്തിലെ ഈശോ ആരാണ് എന്നുള്ള ചോദ്യം മർക്കോസ് തൻ്റെ സുവിശേഷത്തിലൂടെ ആവർത്തിച്ചുകൊണ്ട് ഇതിൻ്റെ ഉത്തരം തൻ്റെ സുവിശേഷത്തിൽ നൽകുകയാണ്. ഒരു ചോദ്യോത്തര ശൈലിയിലാണ് മർക്കോസിൻ്റെ സുവിശേഷം മുമ്പോട്ട് പോവുക. ഏകദേശം 114 ചോദ്യങ്ങൾ ഈശോയെ സംബന്ധിച്ച് ഈ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഒന്നും മർക്കോസ് ഉത്തരം നൽകുന്നില്ല. വളരെ കുറച്ച് ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം നൽകുന്നുള്ളൂ. എങ്കിലും നസ്രത്തിലെ ഈശോയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ കൊണ്ട് ഈ സുവിശേഷം നിറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ ഇതെന്ത് അധികാരത്തോടു കൂടിയുള്ള പുതിയ പ്രബോധനമോ എന്ന് ചോദിക്കുന്ന ജനക്കൂട്ടത്തെ നമ്മൾ കാണുന്നു. 2-ാം അധ്യായം 7-ാം വചനത്തിൽ എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക എന്ന് നിയമജ്ഞര് ഈശോയെക്കുറിച്ച് ചോദിക്കുന്നു. 2-ാം അധ്യായം 16-ാം വചനത്തിൽ അവൻ പാപികളുടെയും ചുങ്കക്കാരുടെയും കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് നിയമജ്ഞര് തന്നെ ഈശോയെക്കുറിച്ച് ചോദിക്കുന്നു. 2-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ സാബത്തിൽ നിഷിദ്ധമായത് എന്തുകൊണ്ടാണ് ഇവൻ ചെയ്യുന്നത് എന്ന് ഫരീസേയര് ഈശോയെക്കുറിച്ച് ചോദിക്കുന്നു. 4-ാം അധ്യായം 41-ാമത്തെ വചനത്തിൽ ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ എന്ന് ശിഷ്യന്മാർ ഈശോയെക്കുറിച്ച് പറയുന്നു.
6-ാം അധ്യായം 2-ാം വചനത്തിൽ ഇവന് ഈ ജ്ഞാനമെല്ലാം എവിടെ നിന്ന് കിട്ടി എന്ന് അവിടെയുള്ള ആളുകൾ ഈശോയെക്കുറിച്ച് പറയുന്നു. 7-ാം അധ്യായം 5-ാം വചനത്തില് നിന്റെ ശിഷ്യർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിരോധമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്താണ് എന്ന് ഫരിസേയരും നിയമജ്ഞരും ഈശോയോട് ചോദിക്കുന്നു. ഇങ്ങനെ ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഈ സുവിശേഷത്തിലെ ആദ്യ ഭാഗം. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ടാണ് മർക്കോസ് തന്റെ സുവിശേഷം ആരംഭിക്കുക. ഈശോയെക്കുറിച്ചുള്ള സദ്വാർത്ത, സുവിശേഷം, നല്ല വാർത്തയാണ് ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുക. ഈ സുവിശേഷം എന്ന വാക്ക് താൻ എഴുതിയിരിക്കുന്ന ഈ ലിഖിത ഗ്രന്ഥത്തെക്കുറിച്ച് ആകെ ഉപയോഗിക്കുന്നത് മർക്കോസ് സുവിശേഷകൻ മാത്രമാണ്. അതുകൊണ്ടായിരിക്കാം ഈ സുവിശേഷങ്ങൾക്ക് സുവിശേഷം എന്നൊരു തലക്കെട്ട് വന്നത് എന്നാണ് പണ്ഡിതന്മാർ പറയുക. സ്നാപക യോഹന്നാനെ ഈശോയുടെ മുന്നോടിയായി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം വചനവും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 3-ാം വചനവും ഒന്നിച്ചു ചേർത്ത് സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നു എന്നത് മർക്കോസ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ഈ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ദ ക്ലൈമാക്സ് ആൻഡ് ദ ടേണിംഗ് പോയിന്റ് ഓഫ് ദ ഗോസ്പൽ ഓഫ് മാർക്ക്. അതാണ് 8-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വചനങ്ങള്. അവിടെ നമ്മൾ കാണുക, ഈശോ ആരാണ് എന്ന ചോദ്യത്തിന് പത്രോസ് ഒരു ഉത്തരം പറയുന്നുണ്ട്. യു ആർ ക്രൈസ്റ്റ്, നീ ക്രിസ്തുവാണ് എന്ന്. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം ദ അനോയിന്റഡ് വൺ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ്. ഇസ്രായേൽ ജനത, യഹൂദർ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്ത് ലഭിക്കും, ആ രാജാവിലൂടെ തങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിച്ചിരുന്നു. ഇത് പ്രവചന ഗ്രന്ഥങ്ങളിലെല്ലാം നമ്മൾ കാണുന്നതാണ്. അവരൊരു ക്രിസ്തുവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് പറയുക യു ആർ ക്രൈസ്റ്റ് എന്ന്. ക്രിസ്തു അഭിഷേകം ചെയ്യപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് എന്ന ഒരു രഹസ്യമാണ് ഈ സുവിശേഷത്തിലൂടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുക. ഈ പത്രോസിന്റെ നീ ക്രിസ്തുവാണ് എന്ന് പറയുന്ന ഉത്തരം ഒരു വെളിപാടും സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു വഴിത്തിരിവുമാണ്. കാരണം അത് ദൈവീകമായിട്ടുള്ള ഒരു നിലപാടാണ്. തൊട്ടടുത്തുള്ള ഭാഗത്തിൽ ഇതിൻ്റെ ഉത്തരം വളരെ കൃത്യമായിട്ട് ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ പ്രത്യേകത എന്താണ്? മർക്കോസിന്റെ സുവിശേഷത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈശോ എന്ന വ്യക്തിയെ നമ്മുടെ മുൻപിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. 3 ദൈവീക വെളിപാടുകളിലൂടെയും 3 വിശ്വാസ പ്രഖ്യാപനങ്ങളിലൂടെയും. അവ ഏവയാണെന്ന് നമുക്ക് കാണാം. There are 3 divine revelations. അത് ഏതൊക്കെയാണ്? മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, പിതാവായ ദൈവം ഈശോയുടെ മാമോദിസായുടെ സമയത്ത് ഈശോയെക്കുറിച്ച് നടത്തുന്ന പ്രഖ്യാപനമാണ്, നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, യു ആർ മൈ ബിലവഡ് സൺ. അങ്ങനെ സ്വർഗം ഈശോയെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നമുക്ക് തരുന്നു. 9-ാം അധ്യായം 7-ാം വചനത്തിൽ രൂപാന്തരീകരണത്തിന്റെ സമയത്ത് വീണ്ടും സ്വർഗത്തിൽ നിന്ന് നമുക്ക് മറ്റൊരു വെളിപ്പെടുത്തൽ ലഭിക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു. 3-ാമത്തെ ഡിവൈൻ റെവലേഷൻ നമ്മൾ കാണുക 14-ാം അധ്യായം 62-ാമത്തെ വചനത്തിലാണ്. പ്രധാന പുരോഹിതൻ ഈശോയോട് ചോദിക്കുന്നുണ്ട്, നീയാണോ ക്രിസ്തു എന്ന്. അപ്പോൾ ഈശോ അതിന് ഉത്തരം പറയുന്നുണ്ട്, ഞാനാകുന്നു എന്ന്. നീയാണോ ക്രിസ്തു, ദൈവത്തിന്റെ പുത്രൻ എന്ന് ചോദിക്കുമ്പോൾ ഈശോ അതിന് ഉത്തരം നൽകുന്നു, ഞാൻ ആകുന്നു എന്ന്. ഇങ്ങനെയുള്ള 3 ദൈവീക വെളിപാടുകളിലൂടെ ഈശോയുടെ വ്യക്തിത്വം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 1:11, 9-ാം അധ്യായം 7-ാം വചനം, 14-ാം അധ്യായം 62-ാമത്തെ വചനം. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിൽ അതിന് പാരലായിട്ട് നമ്മൾ കാണുന്നതാണ് 3 വിശ്വാസ പ്രഖ്യാപനങ്ങള്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വചനത്തിൽ സുവിശേഷകനായ ഗ്രന്ഥകാരൻ തന്നെ ഈശോയെക്കുറിച്ച് ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ട് 1-ാം അധ്യായം 1-ാം വചനത്തില്. 8-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ ശിഷ്യന്മാരിലെ പ്രമുഖനായ പത്രോസ് ഈശോ തന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നുണ്ട്, നീ ക്രിസ്തുവാണ് എന്ന്. ഇതാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന 2-ാമത്തെ വിശ്വാസ പ്രഖ്യാപനം.
മൂന്നാമത്തെ വിശ്വാസ പ്രഖ്യാപനം, ഈശോ കുരിശിൽ മരിക്കുന്നത് കണ്ട് കുരിശിന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ ഇങ്ങനെ പറയുന്നു എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്: സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു എന്ന്. സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ഇങ്ങനെ 3 വിശ്വാസ പ്രഖ്യാപനങ്ങളിലൂടെയും 3 ദൈവിക വെളിപാടുകളിലൂടെയും ഈശോ എന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തെ സുവിശേഷകൻ നമ്മുടെ മുൻപിൽ പ്രഖ്യാപിക്കുകയാണ്. ആദിമ സഭയുടെ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ സാരാംശം തന്നെ ഇതായിരുന്നു: ക്രിസ്തു എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ദൈവിക വെളിപാടുകളും ക്രിസ്തുവിനെ അടുത്തറിഞ്ഞിട്ടുള്ളവരുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളും. ക്രൂശിതനായ ഈ നസ്രത്തുകാരൻ ഈശോ ഉത്ഥിതനായ ക്രിസ്തുവാണ്, അവൻ ദൈവപുത്രനാണ് എന്നതാണ് ആദിമസഭയെ അവരുടെ വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് നയിച്ച സത്യം. മർക്കോസ് സുവിശേഷകന്റെ ലക്ഷ്യം തന്നെ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ നസ്രത്തിൽ ജനിച്ച ഈശോ ക്രിസ്തുവായി ദൈവപുത്രനായി ഉത്ഥാനം ചെയ്ത സംഭവത്തെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഈ സുവിശേഷത്തിന്റെ 3-ാമത്തെ ഭാഗം 8-ാം അധ്യായം 31 മുതൽ 10-ാം അധ്യായം 52 വരെയുള്ള വചനങ്ങളാണ്. വിശ്വാസ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വളരെയധികം വ്യാഖ്യാനങ്ങളുള്ള ഒരു വചനഭാഗമാണ് ഇത്. 8-ാം അധ്യായത്തിൽ പത്രോസ് ഈശോ മിശിഹായാണ്, ക്രിസ്തുവാണ് എന്ന് വെളിപ്പെടുത്തിയപ്പോൾ മിശിഹ രഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ ആരംഭിച്ചു കഴിഞ്ഞു. അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന ശക്തിയുടെ രാജാവല്ല ഈശോ എന്നും സഹനത്തിലൂടെ രക്ഷിക്കുന്ന ദൈവമാണ് അവിടുന്ന് എന്നും ഈ 8-ാം അധ്യായം 31 മുതൽ 10-ാം അധ്യായം 52 വരെയുള്ള വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ 3 അധ്യായങ്ങളിലായിട്ട് 3 പാഷൻ പ്രെഡിക്ഷൻസ്, പീഡാനുഭവ പ്രവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 8-ാം അധ്യായം 31-ാമത്തെ വചനം, 9-ാം അധ്യായം 31-ാമത്തെ വചനം, 10-ാം അധ്യായം 33, 34 ഈ വചനങ്ങൾ. ഇവിടെ 3 പറയുന്നത് ഏകദേശം ഒരുപോലെയുള്ള കാര്യങ്ങളാണ്. ഈശോയുടെ 3 പീഡാനുഭവ പ്രവചനങ്ങൾ സമാന്തര സുവിശേഷങ്ങൾ 3-ലും നമ്മൾ കാണുന്നതാണ്. അവിടെ പറയുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, കേന്ദ്ര ആശയങ്ങൾ ഇവയാണ്: മനുഷ്യപുത്രൻ സഹിക്കേണ്ടി വരും, തിരസ്കരിക്കപ്പെടും, കുരിശിൽ മരിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. രക്ഷാകര രഹസ്യത്തിലെ കാതലായ ഭാഗമാണ് ഈ 3 പാഷൻ പ്രഡിക്ഷൻസിലൂടെയും നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. 3 പീഡാനുഭവ പ്രവചനങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ് ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ഈശോയുടെ 3 പഠിപ്പിക്കലുകൾ നമ്മൾ കാണുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ 31-ാം വചനത്തിലെ പീഡാനുഭവ പ്രവചനത്തിന് തൊട്ട് ശേഷം 34, 35 വചനങ്ങളിൽ ശിഷ്യത്വത്തെക്കുറിച്ച് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. 9-ാം അധ്യായം 31-ാമത്തെ വചനത്തിലെ പീഡാനുഭവ പ്രവചനത്തിന് ശേഷം 9-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ ഈശോ ശിഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 10-ാം അധ്യായം 33, 34 വചനങ്ങളിലെ പീഡാനുഭവ പ്രവചനത്തിന് ശേഷം തുടർന്നുള്ള ഭാഗങ്ങളിൽ 45 വരെ എത്തുന്ന 10-ാം അധ്യായത്തിൽ ഈശോ ശിഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ കാണുന്ന കേന്ദ്ര ആശയങ്ങൾ ശിഷ്യത്വത്തെക്കുറിച്ച് ഇവയാണ്: എളിമപ്പെടുത്തൽ, വിനീത ശുശ്രൂഷ, കുരിശു വഹിച്ചുകൊണ്ടുള്ള മിശിഹ അനുഗമനം. ഇവയിലൂടെയാണ് ഒരാൾക്ക് ശിഷ്യനായി തീരാൻ സാധിക്കുക. 8-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ സ്വന്തം കുരിശെടുത്ത് തന്നെ അനുഗമിക്കുക എന്ന് പറയുന്നതിലൂടെ ആത്മപരിത്യാഗം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടതിനെ ത്യജിക്കുന്നത് മാത്രമല്ല, സ്വയത്തെ ത്യജിക്കുന്നത് വരെ എത്തി നിൽക്കുന്നതാണ് എന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. ശിഷ്യത്വത്തിലെ അനുഗമിക്കൽ എന്നത് ചലനാത്മകമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്, ഒരു പ്രക്രിയയാണ്. അതുപോലെ തന്നെ പരാജിതമാകുന്ന ശിഷ്യത്വത്തെക്കുറിച്ചും നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. ശിഷ്യത്വത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലിൽ ശിഷ്യന്മാരുടെ ജീവിതം എപ്രകാരമായിരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ സുവിശേഷകൻ പരാജയപ്പെടുന്ന ഒരു ശിഷ്യത്വവും അവതരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് 14-ാമത്തെ അധ്യായത്തിലൊക്കെ ഈശോയുടെ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ ഈശോയെ തള്ളിപ്പറയുകയും തൈലാഭിഷേകത്തിൻ്റെ സമയത്ത് ഈശോയെ മനസ്സിലാക്കാതിരിക്കുകയും ഗത്സമേൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിപ്പോവുകയും അവസാനം ഈശോയെ ഉപേക്ഷിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശിഷ്യ സമൂഹത്തെയും മർക്കോസ് നമ്മുടെ മുൻപിൽ കാണിക്കുന്നുണ്ട്. 2-ാമത്തെ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ കാണുക 9-ാം അധ്യായം 35-ാമത്തെ വചനത്തിലാണ്.
അവിടെ പറയുക, ദൈവരാജ്യത്തിന്റെ വലുപ്പം എന്നത് അവസാനത്തവനും ദാസനുമാകുന്നതിലാണ് എന്നാണ്. ദാസനാവുക, ശുശ്രൂഷിക്കുക എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം ദിയാക്കോണോസ് എന്ന് പറയുന്ന പദമാണ്. അത് വെറും ശുശ്രൂഷയല്ല, ഒരാൾ സ്വമനസ സമർപ്പിക്കുന്ന ശുശ്രൂഷയാണ്. 10-ാം അധ്യായം 45-ാമത്തെ വചനത്തില് ഈശോ പറയുക, അനേകർക്ക് മോചനദ്രവ്യമാകാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുക എന്ന്. മോചനദ്രവ്യം എന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം ലുത്രോൺ എന്ന് പറയുന്ന വാക്കാണ്. ആ പദത്തിന്റെ അർത്ഥം ഇതാണ്: അടിമകളെ മോചിപ്പിക്കാൻ കൊടുക്കേണ്ടി വരുന്ന പണത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് ലുത്രോൺ. ഈശോ തന്റെ പീഡാസഹന മരണ ഉത്ഥാനത്തിലൂടെ പാപത്തിന് അടിമകളായിരുന്ന നമ്മെ മോചിപ്പിക്കാൻ വേണ്ടി തന്റെ ജീവനെ തന്നെ സമർപ്പിച്ചതിനെയാണ് ഇത് സൂചിപ്പിക്കുക. അന്ധനെ സുഖപ്പെടുത്തുന്ന ഒരു സംഭവത്തോടുകൂടി 8-ാം അധ്യായത്തിലെ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കുകയും 10-ാം അധ്യായത്തിൽ അത് അവസാനിക്കുകയും ചെയ്യുമ്പോൾ, ശിഷ്യത്വത്തിൽ ഒരാളുടെ യാത്ര എന്നത് ക്രിസ്തുവിനെ വളരെ കൃത്യമായി കാണാൻ സാധിക്കുന്നതിലേക്ക് എത്തി നിൽക്കുന്നതാണ് എന്നത് സൂചിപ്പിക്കുന്നു. മിശിഹ രഹസ്യം എന്നത് എന്താണ്? മിശിഹ രഹസ്യം എന്ന് പറഞ്ഞാൽ ഈശോ തന്നെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ആരോടും ഇത് പറയരുത് എന്ന് പറയുന്ന ഒരു പ്രത്യേകത മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 1-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വചനങ്ങളിലെ അശുദ്ധാത്മാക്കളോട് ഈശോ പറയുന്നുണ്ട് ആരോടും പറയരുതെന്ന്. 1-ാം അധ്യായം 44, 5-ാം അധ്യായം 43, 7-ാം അധ്യായം 36 ഈ വചനങ്ങളിലെല്ലാം അത്ഭുതം പ്രവർത്തിച്ചതിന് ശേഷം ഈശോ പറയുന്നുണ്ട് ഇതാരോടും പറയരുതെന്ന്. പത്രോസിനെ തന്നെ വെളിപ്പെടുത്തിയിട്ട് ഈശോ പറയുന്നുണ്ട് 8-ാം അധ്യായത്തില് ഇതാരോടും പറയരുത് എന്ന്. 9-ാം അധ്യായത്തിൽ രൂപാന്തരീകരണത്തിന്റെ സമയത്തും ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഇത് ആരോടും പറയരുത് എന്നത്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക? ഈശോ മിശിഹായാണ്, ഈശോ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുക സഹിക്കുന്ന ഒരു മിശിഹായെ അവന്റെ കുരിശിന്റെ വഴിയിൽ അനുഗമിക്കുവാനാണ് ശിഷ്യത്വത്തിൽ പോലും നാം വിളിക്കപ്പെട്ടിരിക്കുക എന്നതിലേക്ക് ശിഷ്യന്മാരെ എത്തിച്ചതിന് ശേഷമാണ് തൻ്റെ മിശിഹ രഹസ്യത്തെ ഈശോ അവരുടെ മുൻപിൽ അവതരിപ്പിക്കുക. മിശിഹ രഹസ്യത്തിലെ കാതലായ ചോദ്യവും ഇതുതന്നെയാണ്: എപ്രകാരമാണ് ക്രിസ്തു നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തപ്പെടുക എന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ വിഭജനത്തിലെ 4-ാമത്തെ ഭാഗമാണ് ഈശോയുടെ ദൗത്യ പൂർത്തീകരണം, ഫുൾഫിൽമെന്റ് ഓഫ് ജീസസ് മിഷൻ. ഇവിടെ നമ്മൾ കാണുക, ജെറുസലേമിൽ പ്രവേശിക്കുന്ന ഈശോ മത നേതൃത്വത്തെ പ്രകോപിപ്പിക്കുന്നുണ്ട്. രക്ഷാകര ദൗത്യം പൂർത്തീകരിക്കുന്നത് സഹനത്തിലൂടെയാണ് എന്നത് വളരെ കൃത്യമായി നമുക്ക് വ്യക്തമാവുകയാണ്. പത്രോസ് നീ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വെളിവാക്കപ്പെടുക 15-ാം അധ്യായം 39-ാമത്തെ വചനത്തിൽ ഈശോ കുരിശിൽ മരിക്കുന്നത് കണ്ട ശതാധിപൻ ഈശോയെക്കുറിച്ച് പറയുന്ന വാക്കുകളിലൂടെയാണ്. ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന്. പീഡകൾ സഹിച്ച് മരിക്കാനാണ് ക്രിസ്തു അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുള്ളത്. മിശിഹ രഹസ്യം അങ്ങനെ പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെടുകയാണ് ഈശോ തന്റെ ദൗത്യ നിർവഹണത്തിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുമ്പോൾ, പ്രത്യേകിച്ച് കുരിശ് മരണത്തിൽ. മർക്കോസിന്റെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര ചിന്ത എന്നത് ഈ ക്രിസ്തു വിജ്ഞാനീയമാണ്. ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പല ടൈറ്റിൽസ് മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഒന്നാമത്തേതാണ് മർക്കോസ് ഈശോയെക്കുറിച്ച് പറയുക ഈശോ ദാവീദിന്റെ പുത്രനാണ് എന്ന്. ഇത് യഹൂദ മതവിശ്വാസവുമായി ബന്ധപ്പെടുത്തി ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ എളുപ്പമുള്ള രീതിയിൽ മർക്കോസ് ഈശോയെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. 10-ാം അധ്യായം 47-ാമത്തെ വചനത്തിലും 12-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വചനങ്ങളിലും എല്ലാം ഈശോയെ ദാവീദിന്റെ പുത്രൻ എന്ന് വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ഈശോയുടെ വംശാവലിയെ കുറിച്ച് പറയുമ്പോഴും ദാവീദിലേക്കും യഹൂദ പരമ്പരയിലേക്കും ക്രിസ്തുവിനെ ബന്ധിപ്പിക്കുകയാണല്ലോ ചെയ്യുക. യഹൂദരുടെ പ്രതീക്ഷയായിരുന്നു ദാവീദിന്റെ മകനായി മിശിഹ പ്രത്യക്ഷപ്പെടുക എന്നത്. ഇത് സങ്കീർത്തനങ്ങൾ 72:20 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1-ാം വചനത്തിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ബർത്തമിയോസ് ഈശോയെ വിളിക്കുക ദാവീദിന്റെ പുത്ര എന്നാണ് 10-ാം അധ്യായം 47-ാമത്തെ വചനത്തില്.
11-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങളിൽ ദാവീദിന്റെ വരാനിരിക്കുന്ന രാജ്യത്തെക്കുറിച്ചുള്ള പ്രതിപാദനം നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച് ഈശോ യൂതന്മാരുടെ രാജാവാണ് എന്ന കുറ്റമായിരുന്നു ഈശോയുടെ മരണത്തിൽ ഈശോയുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടാമതായിട്ട് ഈശോയെക്കുറിച്ച് നമ്മൾ കാണുന്ന ഒരു ടൈറ്റിലാണ് ഈശോ മനുഷ്യപുത്രനാണ് എന്നത്, ദ സൺ ഓഫ് മാൻ. ഈശോയുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളെക്കുറിച്ച് മർക്കോസ് പറയുമ്പോഴും ഈ സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്നുള്ള ഒരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോഴും രോഗശാന്തി നൽകുമ്പോഴും സഹനത്തിൻ്റെ സമയങ്ങളിലും വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച് പറയുമ്പോഴും എല്ലാം മനുഷ്യപുത്രൻ എന്ന പദം അവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങളിലാണ് കാണുക. മനുഷ്യപുത്രനെ കുറിച്ചുള്ള സൂചന അവിടെയുണ്ട്. മിശിഹായുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധിയാണ് ഈ മനുഷ്യപുത്രൻ എന്നുള്ള ടൈറ്റിൽ. മറ്റൊരു പ്രധാനപ്പെട്ട ടൈറ്റിലാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഉപയോഗിക്കുന്ന ദൈവപുത്രൻ, ദ സൺ ഓഫ് ഗോഡ് എന്നത്. 1-ാം അധ്യായം 1-ാം വചനം തുടങ്ങുന്നത് തന്നെ ദ സൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 9-ാം അധ്യായം 7-ാം വചനം, 15-ാം അധ്യായം 39-ാമത്തെ വചനം, ഇവിടെയെല്ലാം നമ്മൾ കാണുക ഈശോയെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നതാണ്. കുരിശിന്റെ ദൈവശാസ്ത്രം മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മർക്കോസിന്റെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട ആശയം മിശിഹ രഹസ്യം വെളിപ്പെടുത്തുകയാണെങ്കിൽ മിശിഹ എന്ന ക്രിസ്തു അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുക സഹിക്കുന്നതിന് വേണ്ടിയാണ്. സഹനം പൂർത്തീകരിക്കപ്പെട്ടത് കുരിശിലാണല്ലോ. ശിഷ്യന്മാരും വിളിക്കപ്പെട്ടിരിക്കുക ഇതേ കുരിശിന്റെ പാതയിലൂടെ യാത്ര ചെയ്യാനാണ്. ദൗത്യ നിർവഹണത്തിലെ ശിഷ്യ സമൂഹത്തിന്റെ ഒരു നാഴികക്കല്ലാണ് ഈ കുരിശ് എന്നത്. മർക്കോസിന്റെ സുവിശേഷത്തെ നമ്മൾ ഇപ്രകാരം മനസ്സിലാക്കുമ്പോൾ, ശിഷ്യത്വം എന്നതിന് മർക്കോസ് സുവിശേഷകൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം മത്തേത്തേസ് എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചറിന്റെ അടുത്ത് പഠിക്കുന്നതുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ശിഷ്യത്വം എന്നത് ഈശോ പഠിപ്പിക്കുക മാത്രമല്ല, ഈശോ പാഠ്യ പദ്ധതിയാണ്. ക്രിസ്ത്യാനികരണത്തിന്റെ മാർഗം എന്നത് ആദ്യം സ്ലീഹന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ മർക്കോസ് സുവിശേഷകൻ ഈശോയെക്കുറിച്ച് പറയുന്ന വചനത്തിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. സ്ലീഹന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുക അവനോട് കൂടെ ആയിരിക്കാനാണ്. 3-ാം അധ്യായം 14-ാം വചനം, 5-ാം അധ്യായം 18-ാം വചനം, ഇവിടെയൊക്കെ ഇത് നമുക്ക് വ്യക്തമാണ്. യേശുവിനോടൊപ്പമുള്ള ഒരു പുതിയ ജീവിത ശൈലിയാണ് ശിഷ്യത്വത്തിലൂടെ സ്ലീഹന്മാർക്ക് നൽകുക. ഉത്ഥാനശേഷവും ശിഷ്യത്വം നിലനിൽക്കുന്നു. അതാണ് പ്രേക്ഷിത ദൗത്യം ഏൽപ്പിക്കുമ്പോൾ പറയുക, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. ശിഷ്യത്വത്തിന്റെ ഭാഗമാണ് ഈ പ്രേക്ഷിത പ്രവർത്തനവും. മർക്കോസ് സുവിശേഷകൻ ഇങ്ങനെ ക്രിസ്തു ആരാണ്, ക്രിസ്തു ശിഷ്യൻ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ സുവിശേഷത്തിലൂടെ നസ്രത്തിൽ ജനിച്ച ക്രിസ്തുവിനെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ലൂക്ക്. ലൂക്കായുടെ സുവിശേഷം അറിയപ്പെടുക ദരിദ്രരുടെ സുവിശേഷം, പ്രാർത്ഥനയുടെ സുവിശേഷം, പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം എന്നൊക്കെയുള്ള പേരുകളിലാണ്. ദ ഗോസ്പൽ ഓഫ് ദ പുവർ, ദ ഗോസ്പൽ ഓഫ് പ്രെയർ, ദ ഗോസ്പൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇങ്ങനെയുള്ള പേരുകളിൽ. ആരാണ് ഈ ലൂക്ക സുവിശേഷകൻ? അപ്പസ്തോല പ്രവർത്തനങ്ങളുടെയും ലൂക്കായുടെ സുവിശേഷത്തിന്റെയും ഗ്രന്ഥകർത്താവായ വ്യക്തി അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പത്രോസിന്റെയും പൗലോസിന്റെയും സഹപ്രവർത്തകനായ ലൂക്ക എന്ന വൈദ്യനാണ് എന്നത് പൊതുവെ മനസ്സിലാക്കപ്പെട്ടിട്ടുള്ള ഒരു ചിന്തയാണ്. ആദ്യ കാലങ്ങളിൽ മുതൽ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിൽ മുതൽ നമ്മളിത് കാണുന്നുണ്ട്. 180കളിൽ ഇരണേവോസ് എന്ന സഭാപിതാവ് ഈ സുവിശേഷത്തിന് ലൂക്കായുടെ സുവിശേഷം എന്ന തലക്കെട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മൊറത്തോറിയൻ കാനനിൽ ലൂക്കായുടെ സുവിശേഷം എന്നുള്ള ഒരു തലക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കാ സുവിശേഷകൻ പൗലോസിന്റെ സഹപ്രവർത്തകനായിരുന്നു എന്നത് നടപടി പുസ്തകത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഞങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രയോഗം, വി സെക്ഷൻസ്, അത് കാണുക പൗലോസിനോട് ലൂക്കായ്ക്കുള്ള അടുപ്പമാണ്. നടപടി പുസ്തകത്തിൽ തന്നെ അത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. 16-ാം അധ്യായം 10-17 വചനങ്ങള്, 20-ാം അധ്യായം 5 മുതൽ 21-ാം അധ്യായം 18 വരെയുള്ള വചനങ്ങൾ, 27-ാം അധ്യായം 1 മുതൽ 28-ാം അധ്യായം 16 വരെയുള്ള വചനങ്ങൾ, ഇവിടെയൊക്കെ ഞങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. അത് പൊതുവെ നടപടി പുസ്തകത്തിന്റെ വായനയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഗ്രന്ഥകർത്താവും പൗലോസുമാണ് സൂചിതമായിരിക്കുന്നത് എന്നത്.
പൗലോസ്ലീഹായും ലൂക്കായും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്ന് നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യക്തമാണെങ്കിലും ഇവരുടെ ദൈവശാസ്ത്രത്തിൽ വളരെ അടുത്ത ബന്ധമുള്ളതായിട്ട് നമുക്ക് തോന്നാറില്ല. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ദൈവശാസ്ത്ര ചിന്തയാണ് ലൂക്കായുടെ സുവിശേഷത്തിലും നടപടി പുസ്തകത്തിലും നമ്മൾ കാണുക. ലൂക്കായുടെ സുവിശേഷം എഴുതപ്പെട്ട കാലഘട്ടം AD 75-നും 90-നും ഇടയിലുള്ള കാലഘട്ടം ആയിരിക്കാം എന്നാണ് പറയപ്പെടുക. ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുകയും പൗലോസ്ലീഹ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തതിന് ശേഷമുള്ള കാലഘട്ടത്തിലായിരിക്കാം ലൂക്ക തന്റെ സുവിശേഷം എഴുതിയിട്ടുള്ളത്. ലൂക്കായുടെ സുവിശേഷത്തിന്റെ സ്വീകർത്താക്കൾ ആരാണ്? വളരെ പ്രധാനമായിട്ടും ഒരു ജെന്റൈൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, വിജാതീയ ക്രൈസ്തവ സമൂഹം ആയിരിക്കാം ലൂക്ക എഴുതിയ സുവിശേഷത്തിന്റെ സ്വീകർത്താക്കൾ. എങ്കിലും ലൂക്ക സുവിശേഷകൻ യഹൂദ മതത്തെക്കുറിച്ചുമുള്ള തൻ്റെ പരാമർശങ്ങൾ വളരെ വിശദമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. യഹൂദരുടെ വാഗ്ദാന പൂർത്തീകരണം സംഭവിച്ചു എന്നതിൻ്റെ സൂചനയായി ലൂക്കായുടെ സുവിശേഷം 1-2 അധ്യായങ്ങളിൽ തന്നെ നമുക്ക് 3 ഗീതങ്ങൾ കാണാൻ സാധിക്കും. ഈ സമൂഹത്തിൻ്റെ ചില പ്രത്യേകതകൾ. ഒന്നാമത്തെ കാര്യം, ലൂക്കായുടെ സുവിശേഷം വായിക്കപ്പെട്ട ആ സമൂഹത്തിൽ ഈശോയുടെ 2ാം വരവിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അസ്തമിച്ച് കൂടുതൽ തീഷ്ണതയോടെ ക്രിസ്തു വിശ്വാസം പ്രഘോഷിക്കുന്നതിനെ കുറിച്ചാണ് പറയുക. ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും നടപടി പുസ്തകത്തിൽ നിന്നും ഇത് നമുക്ക് വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, ലൂക്കായുടെ സുവിശേഷം സ്വീകരിച്ച ആ സമൂഹത്തിൽ ധനവാന്മാരും ദരിദ്രരും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ധനത്തിന്റെ ഉപയോഗത്തെക്കുറിച്ച് വളരെ കൃത്യമായ മൂല്യങ്ങൾ ലൂക്ക തന്റെ സുവിശേഷത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. 12-ാം അധ്യായം 13 മുതൽ 34 വരെയുള്ള വചനങ്ങളും 16-ാം അധ്യായം 1 മുതൽ 31 വരെയുള്ള വചനങ്ങളും ഒക്കെ ഇതിന് നമുക്ക് തെളിവാണ്. മൂന്നാമത്തെ കാര്യം, സഭയും രാഷ്ട്രീയ നേതൃത്വവും തമ്മിൽ ഒത്തുപോകുന്നതായിട്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. സഭ നേരിടുന്ന മതപീഡനങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇല്ല. ഈശോയുടെ മരണസമയത്ത് പീലാത്തോസ് ഈശോയെ നിരപരാധിയായിട്ട് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നടപടി പുസ്തകത്തിലാണെങ്കിലും പൗലോസ്ലീഹ ഒരു റോമ പൗരനായിരുന്നതുകൊണ്ട് അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും സ്വീകരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. നാലാമത്തെ കാര്യം, ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് തെയോഫിലോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ലൂക്ക തന്റെ സുവിശേഷം എഴുതിയിരിക്കുക. തെയോഫിലോസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്നാണ്, ദൈവത്തിന്റെ സ്നേഹിതൻ എന്നൊക്കെയാണ്. ഇതൊരു വ്യക്തിയോ ദൈവത്തെ സ്നേഹിക്കുന്ന ഏതൊരു വായനക്കാരനുമോ ആകാം. തെയോഫിലോസ് എന്ന പദം. ലൂക്കായുടെ സുവിശേഷത്തിന്റെ സ്രോതസ് ഏതാണ്? ലൂക്കായുടെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സംഭവങ്ങളുടെ ക്രമം മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ തന്നെയാണ്. ഒരു പ്രഗത്ഭനായ എഴുത്തുകാരനാണ് ലൂക്ക സുവിശേഷകൻ. ലൂക്കായുടെ സുവിശേഷത്തിന് അതിൻ്റെതായ ഒരു ഉറവിടം ഉണ്ടായിരുന്നു. മത്തായിയും ലൂക്കായും ഒരേ ഉറവിടത്തിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ലൂക്കായിൽ മാത്രം നമ്മൾ കാണുന്ന വളരെ ആകർഷകമായിട്ടുള്ള വചനഭാഗങ്ങള് ലൂക്കായ്ക്ക് തന്നെ ഒരു ഉറവിടമുണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയാണ്. പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷം 1-2 അധ്യായങ്ങള് നല്ല സമറിയാക്കാരനെ കുറിച്ച് പറയുന്ന 10-ാം അധ്യായം, ധൂർത്തപുത്രനെ കുറിച്ച് പറയുന്ന 15-ാം അധ്യായം, ധനികനെയും ദരിദ്രനെയും കുറിച്ച് പറയുന്ന 16-ാമത്തെ അധ്യായം, 4-ാം അധ്യായത്തിൽ ഈശോ തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന നസ്രത്തിലെ രംഗപ്രവേശനം, മർത്തായെയും മറിയത്തെയും കുറിച്ച് പറയുന്നത്, ഇങ്ങനെയുള്ള പല ഭാഗങ്ങളും ലൂക്കായിൽ മാത്രം നമ്മൾ കാണുന്നതാണ്. ലൂക്കായുടെ സുവിശേഷത്തെ അതിൻ്റെ സ്ട്രക്ചറിൽ 4ആയിട്ടാണ് തിരിച്ചിരിക്കുക. 1-2 അധ്യായങ്ങൾ ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ച് വിവരിക്കുന്നു. 3 മുതൽ 9-ാം അധ്യായം 50-ാമത്തെ വചനം മുതൽ ഈശോയുടെ ഗലീലിയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നു. 9-ാം അധ്യായം 51-ാമത്തെ വചനം മുതൽ 19-ാം അധ്യായം 28-ാമത്തെ വചനം വരെയുള്ള ഭാഗം ജെറുസലേമിലേക്കുള്ള ഈശോയുടെ യാത്രയെക്കുറിച്ച് പറയുന്നു. 19-ാം അധ്യായം 29 മുതൽ 24-ാം അധ്യായം 53-ാമത്തെ വചനം വരെയുള്ള ഭാഗം ജെറുസലേമിലുള്ള ഈശോയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ 4ആയിട്ടാണ് ലൂക്കായുടെ സുവിശേഷത്തെ വിഭജിക്കുക. ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ അവിടെ നമ്മൾ കാണുക,
രണ്ട് അനൻസിയേഷൻ സ്റ്റോറീസ്, രണ്ട് മംഗളവാർത്തകൾ കാണുന്നുണ്ട് 1-2 അധ്യായങ്ങളിൽ. സക്കറിയായോട് പറയുന്ന മംഗളവാർത്തയും മറിയത്തോട് പറയുന്ന മംഗളവാർത്തയും. ദൈവഭക്തരും പൗരോഹിത്യ പാരമ്പര്യമുള്ളവരുമായ സക്കറിയ എലിസബത്ത് ദമ്പതികൾക്ക് സ്നാപക യോഹന്നാൻ ജനിക്കുന്നതിനെ കുറിച്ച് ഉള്ള മംഗളവാർത്തയോടുകൂടിയാണ് ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുക. ഈ 1-2 അധ്യായങ്ങളിൽ 3 സ്തോത്രഗീതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ 3 സ്തോത്രഗീതങ്ങളും വളരെ പൊതുവായി അറിയപ്പെടുന്നതാണ്. അത് 3ഉം അറിയപ്പെടുക അതിൻ്റെ ലത്തീൻ വിവർത്തനത്തിൽ വരുന്ന ആദ്യ വാക്കുകളുടെ പേരിലാണ്. മറിയത്തിന്റെ സ്തോത്രഗീതം മേരീസ് മാഗ്നിഫിക്കാത്ത്, അതറിയപ്പെടുക മാഗ്നിഫിക്കാത്ത് എന്ന പേരിലാണ്. അത് 1-ാം അധ്യായം 46 മുതൽ 54 വരെയുള്ള വചനങ്ങൾ. രണ്ടാമത്തെ സ്തോത്രഗീതം 1-ാം അധ്യായം 67 മുതൽ 79 വരെയുള്ള വചനങ്ങളിൽ സക്കറിയായുടെ സ്തോത്രഗീതമാണ്. അത് അറിയപ്പെടുക ബെനദിക്തൂസ് എന്ന പേരിലാണ്. മൂന്നാമത്തെ സ്തോത്രഗീതം ദേവാലയത്തിൽ ഈശോയെ കാഴ്ചവെക്കുമ്പോൾ വൃദ്ധനായ ശെമയോൻ ആലപിക്കുന്ന ഒരു സ്തോത്രഗീതമാണ്. അത് 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വചനങ്ങളാണ്. അതിൻ്റെ ലത്തീനിലുള്ള ആദ്യ വാക്ക് എടുത്തുകൊണ്ട് അതറിയപ്പെടുക നുങ്ക് ദിമിത്തിസ് എന്ന പേരിലാണ്. ഇങ്ങനെ 3 സ്തോത്രഗീതങ്ങൾ ഈ ബാല്യകാല വിവരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന വാക്കിൽ അധിഷ്ഠിതമാണ് ഈ ബാല്യകാല വിവരണം. 1-ാം അധ്യായം 37-ാമത്തെ വചനം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ അസാധ്യമായിട്ടുള്ള 2 കാര്യങ്ങളെ കുറിച്ചാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പറയുക. നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ സക്കറിയ എലിസബത്ത് ദമ്പതികളിൽ എലിസബത്ത് വന്ധിയായിരുന്നു, ബാരന്നസ്. ഈ ലോകത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ സാധ്യതയില്ലാത്ത ഇടത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു. അതാണ് 1-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക. രണ്ടാമത്തെ കാര്യം, മറിയം കന്യകയായിരുന്നു. ഈ വെർജിനിറ്റി, അതിലൊരു കുഞ്ഞ് ജനിക്കുക എന്നതും ഈ ലോകത്തിൽ അസാധ്യമായിട്ടുള്ളതാണ്. ലോകത്തിന് അസാധ്യമായിട്ടുള്ളത് ദൈവത്തിന് സാധ്യമാണ് എന്നതിൻ്റെ തെളിവാണ് ഈ 1-2 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. 3-ാം അധ്യായം മുതൽ 9-ാം അധ്യായം 50 വരെയുള്ള വചനങ്ങളിൽ ഗലീലിയിലുള്ള ഈശോയുടെ പ്രേക്ഷിത പ്രവർത്തനമാണ് ലൂക്കാ സുവിശേഷകൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. ഇസ്രായേലിലെ അവസാനത്തെ പ്രവാചകനായ സ്നാപക യോഹന്നാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. ഏലിയായുടെ ശക്തിയോടും ചൈതന്യത്തോടും കൂടിയാണ് സ്നാപക യോഹന്നാൻ പ്രത്യക്ഷപ്പെടുക. 3-ാം അധ്യായം 23 മുതൽ 38 വരെയുള്ള വചനങ്ങളിൽ വംശാവലി പറയുമ്പോൾ ആദത്തിൽ അത് എത്തി നിൽക്കുന്നതിൻ്റെ അർത്ഥം ഈ ലോകത്തിലുള്ള സർവ്വ സൃഷ്ടികളെയും ഉൾക്കൊള്ളുന്ന ക്രിസ്തുവിലൂടെ സാധ്യതമാകുന്ന രക്ഷയെക്കുറിച്ചാണ് ലൂക്കാ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുൻപിൽ പറഞ്ഞു തരിക. ഈശോ മനുഷ്യകുലം മുഴുവൻ്റെയും രക്ഷകനും ചരിത്രത്തിൻ്റെ പൂർത്തീകരണവും പരിസമാപ്തിയും ആണ് എന്നത് ലൂക്കാ ഈ ഈശോയുടെ ഗലീലിയ പ്രവർത്തനത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്ന വംശാവലി വിവരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ അവസാന പ്രവാചകനായി സ്നാപക യോഹന്നാനെ അവതരിപ്പിക്കുമ്പോൾ രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ആ പോയിന്റിന് ആരംഭം കുറിച്ച വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. 4-ാം അധ്യായത്തിൽ 16 മുതലുള്ള വചനങ്ങളിലാണ് ഈശോ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുക. മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈശോ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുക യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വചനം വായിച്ചുകൊണ്ടാണ്. ഇവിടെ നമ്മൾ കാണുക 3 തരത്തിലുള്ള ആമുഖ അവതരണങ്ങളാണ് ഈ 4-ാം അധ്യായത്തിൽ ഈശോയുടെ ഗലീലിയിലെ ശുശ്രൂഷയുടെ ആരംഭത്തിലൂടെ കാണുക. 4-ാം അധ്യായം 15-16 വചനങ്ങളിൽ ഭൂമിശാസ്ത്രപരമായി ക്രിസ്തു പ്രവർത്തിക്കുന്ന ഇടങ്ങളെക്കുറിച്ച് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ഈശോയുടെ പ്രവർത്തനത്തിന്റെ ശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആദ്യമായിട്ട് ഈശോ പ്രവർത്തിച്ച വേദി യഹൂദരുടെ സിനഗോഗാണ്. ഈശോ ലക്ഷ്യമാക്കിയത് യഹൂദരെയും വിജാതീയ സമൂഹത്തെയുമാണ്. ഈശോ ശുശ്രൂഷ നിർവഹിച്ചത് പഠിപ്പിക്കലിലൂടെയാണ്. പൊതുവെ ഈശോയെ സ്വീകരിക്കുന്ന ഒരു മനോഭാവം നമ്മൾ ഈ ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. 4-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള വചനങ്ങൾ ഈശോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയോടുകൂടി ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുക ഈശോയുടെ ശുശ്രൂഷയുടെ ദൈവശാസ്ത്രപരമായ അർത്ഥം ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുന്നതാണ്.
ഈശോയുടെ അധികാരം, ശക്തി, ആധികാരികത, ലക്ഷ്യം, പ്രവർത്തന രീതി, അർത്ഥം, അതിൻ്റെ പ്രതികരണം, പ്രത്യാഘാതം, എല്ലാ കാര്യങ്ങളും ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. 4-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള വചനങ്ങൾ 31 മുതലുള്ള വചനങ്ങളിൽ ഒരു ദിവസത്തിൽ ഈശോ ചെയ്ത ശുശ്രൂഷയുടെ ഒരു മോഡലാണ് നമ്മൾ കാണുക. കഫർനാം പ്രദേശത്ത് ഈശോ എങ്ങനെയാണ് ദരിദ്രരോട് സുവിശേഷം അറിയിച്ചത്. ഇങ്ങനെ ഈശോ തന്റെ സുവിശേഷം അറിയിച്ചപ്പോൾ പാപികൾ അവനിൽ വിശ്വസിച്ചു, ദരിദ്രർക്ക് ക്രിസ്തു ആശ്വാസമായി തീർന്നു. ഇതാണ് ഈശോയുടെ ഗലീലിയിലെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുക. ലൂക്കായുടെ സുവിശേഷത്തിന്റെ ഘടനയനുസരിച്ച് 3-ാമത്തെ ഭാഗം ഈശോയുടെ ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു സുവിശേഷ ഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച്. 9-ാം അധ്യായം 51-ാമത്തെ വചനത്തിൽ ഈ യാത്രയുടെ ലക്ഷ്യം എന്താണെന്ന് പറയുന്നുണ്ട്. തന്റെ ആരോഹണത്തിന്റെ ദിനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ ജെറുസലേമിലേക്ക് പോകാൻ ഈശോ ഉറച്ചു. ഇംഗ്ലീഷിൽ നമ്മളതിനെ കാണുക ഹി സെറ്റ് ഹിസ് ഫേസ് ടുവേർഡ്സ് ജെറുസലേം എന്നാണ്. ഈശോയുടെ ജേർണി ടു ജെറുസലേം, ഈ ജെറുസലേം യാത്ര വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഈശോയ്ക്കൊരു ഉദ്ദേശമുണ്ട്, ആരോഹണം ചെയ്യുക. കുരിശിൽ മരിച്ച് സ്വർഗത്തിലേക്ക് അവിടുന്ന് ആരോഹണം ചെയ്യുന്നു. ജെറുസലേമിൽ സംഭവിക്കാനിരിക്കുന്നത് ഈ ഈശോയുടെ പീഡാനുഭവവും കുരിശ് മരണവുമാണ്. ജെറുസലേം എന്നത് യഹൂദ ജനതയെ സംബന്ധിച്ച് അവരുടെ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അവർ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഇടമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ ജെറുസലേമിലേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേർന്ന് ജെറുസലേമിൽ പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത് അവിടെ വെച്ച് തന്നെ ശിഷ്യ സമൂഹത്തെ തൻ്റെ ദൗത്യം ഏൽപ്പിക്കുന്നതാണ്. അങ്ങനെ ഈശോയുടെ പ്രവർത്തനങ്ങളെയും സഭയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടാണ് ജെറുസലേം ലൂക്കായുടെ സുവിശേഷത്തിൽ അവതരിപ്പിക്കപ്പെടുക. ഈശോയെ അനുഗമിച്ച് പിതൃഭവനത്തിലേക്ക് യാത്ര ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ 10 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന യാത്രയിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുക. ദൈവരാജ്യത്തെക്കുറിച്ചും പശ്ചാത്താപത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ചും ശിഷ്യത്വത്തെക്കുറിച്ചും പ്രേക്ഷിത രീതികളെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും എല്ലാം ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. പാപികളെ തേടി വരുന്ന ദൈവത്തെ ഈ ഭാഗത്തിൽ അവതരിപ്പിക്കുന്നു. ജെറുസലേമിലേക്കുള്ള ഈശോയുടെ ഈ യാത്ര തന്നെയാണ് ഈശോ കുരിശിൽ മരിക്കുന്നതിന് ഈശോയ്ക്ക് എതിരെ ഉണ്ടായിരുന്ന ആരോപണവും. 23-ാം അധ്യായം 5-ാം വചനത്തില് ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഗലീലി മുതൽ ജെറുസലേം വരെ പഠിപ്പിച്ച് ജനത്തെ അവൻ ഇളക്കി. അതാണ് ഈശോയുടെ മേൽ ആരോപിച്ചിട്ടുള്ള കുറ്റം. ശിഷ്യത്വം എന്നത് ഒരേ സമയം 2 തരത്തിലുള്ള യാത്രയാണ്, പ്രേക്ഷിത യാത്രയും പിതൃഭവനത്തിലേക്കുള്ള യാത്രയും. ഇങ്ങനെ ശിഷ്യത്വത്തിന്റെ പാതയിൽ ക്രിസ്തുവിന്റെ സാക്ഷികളായി മുന്നേറാൻ 24-ാം അധ്യായം 46 മുതൽ 49 വരെയുള്ള വചനങ്ങളിൽ പ്രേക്ഷിത ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്ന മിശിഹായെ നമ്മുടെ മുൻപിൽ ലൂക്കാ സുവിശേഷകൻ വരച്ചു കാണിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ്, ലൂക്കായുടെ സുവിശേഷത്തിൽ രക്ഷാകര ചരിത്രത്തെ അതിൻ്റെ ഘട്ടങ്ങളിലൂടെ ലൂക്ക അവതരിപ്പിച്ചിട്ടുണ്ട്. ദൈവശാസ്ത്രജ്ഞനായ കൺസൽമാൻ ഈ പഠനത്തെ വളരെയധികം ഊന്നൽ കൊടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ രക്ഷാകര ചരിത്രത്തെ 3ആയിട്ട് തിരിക്കാൻ സാധിക്കും ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച്. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. അവിടെ നമ്മൾ കാണുക, ഈശോയുടെ വരവോടുകൂടി നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം അവസാനിക്കുന്നതായിട്ട് സൂചനയുണ്ട്. അങ്ങനെ രക്ഷാകര ചരിത്രത്തിലെ ആദ്യത്തെ കാലമാണ് ദ പീരിയഡ് ഓഫ് ലോ ആൻഡ് ദ പ്രോഫറ്റ്സ്, പ്രവാചകന്മാരുടെയും നിയമത്തിന്റെയും കാലഘട്ടം. 2ാമത്തെ കാലഘട്ടമായ ക്രിസ്തുവിന്റെ കാലഘട്ടമാണ് ഇതിന്റെ ക്ലൈമാക്സ്. ഇവിടെ നമ്മൾ കാണുക, ഈശോയുടെ കാലഘട്ടത്തിൽ ഈശോയുടെ വരവോടുകൂടി ഈ ലോകത്തിൽ നിന്ന് തിന്മ ഇല്ലാതായി. 4-ാം അധ്യായം 13-ാം വചനത്തിൽ ഒരു നിശ്ചിത കാലത്തേക്ക് പിശാച് അവനെ വിട്ടുപോയി എന്ന് പറയുന്ന വചനവും 22-ാം അധ്യായം 3-ാം വചനത്തില് ജൂദാസിൽ സാത്താൻ പ്രവേശിച്ചു എന്ന് പറയുന്ന വചനവും, അതിൻ്റെ ഇടയിലുള്ള കാലഘട്ടം ഈ ലോകത്തിൽ തിന്മയുടെ ശക്തി ഇല്ലാതായി. ഇത് ദൈവശാസ്ത്രജ്ഞനായ കൺസൽമാൻ ഈശോയുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. ഈശോയുടെ ചരിത്ര ദൗത്യ പൂർത്തീകരണം ജെറുസലേമിൽ സംഭവിക്കാനിരിക്കുന്ന സഹന മരണ ഉത്ഥാനങ്ങളിലാണല്ലോ പൂർത്തിയായത്.
മൂന്നാമത്തെ കാലഘട്ടമാണ് പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടം. അത് 24 അധ്യായത്തിന്റെ അവസാനം മുതൽ തുടർന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ കാലത്തിന്റെ തുടർച്ചയാണ് ഈ സഭയുടെ കാലഘട്ടം. അങ്ങനെ യഥാർത്ഥ ഇസ്രായേലായി സഭ തീരുന്നു. പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സാന്നിധ്യമാണ് ഈ മൂന്നാമത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ആത്മാവിനാൽ ദൈവരാജ്യം പ്രഘോഷിക്കുക, രണ്ടാം വരവിനായി ഒരുങ്ങുക, ഇതാണ് സഭയുടെ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള ദൗത്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ജോൺ, സമവേക്ഷണ സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കാണുന്ന ഒരു സുവിശേഷമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. സമാന്തര സുവിശേഷങ്ങളിൽ അനേക ഉപമകൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് 2 ഉപമകളാണ്. അവയെപ്പോലും ഉപമകളുടെ എല്ലാ അർത്ഥതലങ്ങളിലും കാണാൻ നമുക്ക് സാധിക്കുകയില്ല. നല്ലിടയന്റെയും മുന്തിരിച്ചെടിയുടെയും ഉപമ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്തിൽ, പ്രൊലോഗ് എന്നറിയപ്പെടുന്ന ആ ഭാഗത്ത് കാണപ്പെടുക ഈശോയുടെ മുൻ അസ്തിത്വത്തെക്കുറിച്ച്, പ്രീ എക്സിസ്റ്റൻസ്, അതിനെക്കുറിച്ച് ഉള്ള പ്രതിപാദ്യവും ഈശോയുടെ മഹത്വവുമാണ് അവിടെ പ്രധാനമായിട്ടും പറയുക. ഇതിനെ വചന കീർത്തനം എന്നാണ് വിളിക്കുക. ലോഗോസ് ഹിം എന്നാണ് ഈ 1 അധ്യായം 1 മുതൽ 18 വരെയുള്ള വചനങ്ങളെ വിളിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന അത്ഭുതങ്ങൾ, ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, ആ ഓരോ അത്ഭുതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നീണ്ട പ്രഭാഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തു നമ്മളെ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ആരാണ് ഈ യോഹന്നാൻ? യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി, അപ്പസ്തോലനായ യോഹന്നാൻ, സുവിശേഷം എഴുതിയ യോഹന്നാൻ, പാത്മോസിലെ യോഹന്നാൻ, ഇങ്ങനെ പല ആളുകളെ, ദ ബിലവഡ് ഡിസൈപ്പിൾ, ഈശോ സ്നേഹിക്കുന്ന ശിഷ്യൻ, ഇങ്ങനെ പല ആളുകളെ നമ്മൾ വെളിപാട് പുസ്തകത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും അങ്ങനെ പലയിടങ്ങളിലായി കാണുന്നുണ്ട്. ഇതെല്ലാം ഈ ജോൺ ദി അപ്പോസ്റ്റൽ ആണ് എന്നാണ് സഭാപിതാക്കന്മാരുടെ അഭിപ്രായം. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും നമുക്ക് പല ദൈവശാസ്ത്രജ്ഞന്മാരിലും കാണാൻ സാധിക്കുമെങ്കിലും പൊതുവെ പറയപ്പെടുക സുവിശേഷകനായ യോഹന്നാൻ ഈശോയുടെ സ്ലീഹ ആയ യോഹന്നാൻ തന്നെ ആണ് എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് തൻ്റെ ശിഷ്യന്മാരെ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിക്കുമ്പോൾ സുവിശേഷം പ്രസംഗിക്കാനല്ല പറയുക, മറിച്ച് സുവിശേഷത്തിന് സാക്ഷികളാകാനാണ് പറയുന്നത്. ജോൺ എന്ന എഴുത്തുകാരനെ കുറിച്ച് ഇരണേവൂസിന്റെ ചർച്ച് ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ സഭാപിതാവ് പറയുക, കർത്താവിൻ്റെ മാറിൽ ചാരിക്കിടന്ന ശിഷ്യനാണ് ഈ യോഹന്നാൻ എന്നാണ്. അദ്ദേഹം ഏഷ്യ മൈനറിലെ എഫെസസിൽ വെച്ച് തൻ്റെ സുവിശേഷം എഴുതിയെന്ന് 180 കാലഘട്ടത്തിൽ ഇരണേവൂസ് പറയുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ കർത്താവിനെ കുറിച്ചുള്ള സൂചനകൾ P66 എന്ന് പറയുന്ന പപ്പീറസ് കോഡിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ പരസ്യ ജീവിതത്തിന് ദൃക്സാക്ഷിയായ സ്ലീഹായാണല്ലോ യോഹന്നാൻ. അന്ത്യ അത്താഴ സമയത്ത് ഈശോയെ സ്നേഹിച്ച ശിഷ്യനെന്ന് വിശേഷണം നമ്മൾ കാണുന്ന വ്യക്തിയാണ്. കുരിശിൻ ചുവട്ടിൽ നിന്നിരുന്ന സ്ലീഹായാണ്. ശൂന്യമായ കല്ലറയിൽ പത്രോസിനു മുമ്പേ ഓടിയെത്തിയ വ്യക്തിയാണ് യോഹന്നാൻ. ഇങ്ങനെ പല വിശേഷണങ്ങളും യോഹന്നാൻ എന്ന വ്യക്തിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് എഴുതപ്പെട്ട കാലഘട്ടം നമ്മൾ മുൻപേ തന്നെ പറഞ്ഞു. ഇരണേവൂസ് എന്ന സഭാപിതാവ് പറയുക ഏഷ്യ മൈനറിലെ എഫെസസ് എന്ന് പറയുന്ന സ്ഥലമാണ്. പൗലോസ്ലീഹായുടെ ദൈവശാസ്ത്രവുമായി യോഹന്നാന്റെ ദൈവശാസ്ത്രത്തിന് നല്ല ബന്ധമുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. യഹൂദ ആചാരങ്ങളെ യോഹന്നാൻ വ്യാഖ്യാനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 2 അധ്യായം 6 വചനം, 11 അധ്യായം 55 വചനം, 18, 20, 19, 40 ഈ വചനങ്ങളിലെല്ലാം. ഇതിന്റെ അർത്ഥം പാലസ്തീനയിൽ നിന്ന് ദൂരത്തിലുള്ള ഒരു സ്ഥലത്ത് വെച്ചായിരിക്കാം ഈ സുവിശേഷം എഴുതപ്പെട്ടത് എന്നാണ്. ഇത് എഴുതിയ കാലഘട്ടം AD 70 ശേഷമുള്ള കാലഘട്ടമാണ്. കാരണം ദേവാലയ നാശത്തെക്കുറിച്ച് 11 അധ്യായം 48 വചനത്തിൽ സൂചനയുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെയും സ്വീകർത്താക്കൾ വിജാതീയ ക്രൈസ്തവർ കൂടുതലുള്ള ഒരു സമൂഹം ആയിരിക്കാം. എന്നാൽ യഹൂദ ആചാരങ്ങളെക്കുറിച്ചും യോഹന്നാൻ വിവരിക്കുന്നുണ്ടല്ലോ. ഹെബ്രായ പേരുകളൊക്കെ വിവർത്തനം ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും യോഹന്നാന്റെ സുവിശേഷത്തിൽ. സമകാലിക യഹൂദ മതവും ദൈവശാസ്ത്രവും തമ്മിലുള്ള ഒരു സംവാദം നമുക്ക് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാം. എന്തിനാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത്? ദ പർപ്പസ് ഓഫ് ദ ഗോസ്പൽ ഓഫ് ജോൺ. ഇത് വളരെ വ്യക്തമായിട്ട് 20 അധ്യായം 31 വചനത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്.
ഈശോയെ ദൈവപുത്രനായ മിശിഹായാണെന്ന് വിശ്വസിക്കുന്നതിനും അവന്റെ നാമത്തിൽ വിശ്വസിക്കുക വഴി ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. മറ്റ് സുവിശേഷങ്ങളുമായി സമാനത ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തായിരിക്കാം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ സ്രോതസ് എന്നത് ഏറെ പഠനവിധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. പല അഭിപ്രായങ്ങളാണ് ഇതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുക. ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന ആശയങ്ങൾ ഇവയാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്: യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന പ്രഭാഷണം, അത്ഭുതങ്ങൾ, ഇവയ്ക്കൊക്കെയുള്ള സോഴ്സ് എവിടെയാണെന്ന് കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. എന്നാൽ പീഡാനുഭവത്തെക്കുറിച്ചുള്ള വിവരണത്തിന്റെ സോഴ്സ് യോഹന്നാന് ഉണ്ടായിരുന്നിരിക്കാം. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനം, ഈശോ ഞാനാകുന്നു, ഐ ആം സേയിങ്സ് എന്ന് പറയുന്ന ചില വചനങ്ങൾ 7 പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ ഐ ആം സേയിങ്സ്, ഇവയ്ക്കൊക്കെ യോഹന്നാന്റെ സുവിശേഷത്തിന് യോഹന്നാന്റെ മുൻപിൽ അടിസ്ഥാന രേഖകൾ ഉണ്ടായിരുന്നിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട സോഴ്സ് യോഹന്നാന് പഴയ നിയമമായിരുന്നു. പല പഴയ നിയമ പരാമർശങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ദൈവശാസ്ത്രപരമായ വിചിന്തനങ്ങൾ വരെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കുണ്ട്. സമാന്തര സുവിശേഷങ്ങളെയും യോഹന്നാൻ ആശ്രയിച്ചിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തെ 2 പുസ്തകങ്ങളായിട്ടാണ് തിരിക്കുക: ദ ബുക്ക് ഓഫ് സയൻസ് ആൻഡ് ദ ബുക്ക് ഓഫ് ഗ്ലോറി. 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വചനങ്ങള് പ്രൊലോഗ്, ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. 1-ാം അധ്യായം 19 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ, അവിടെ നമ്മൾ കാണുക ദ ബുക്ക് ഓഫ് സയൻസ്, അടയാളങ്ങളുടെ പുസ്തകം. 13 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾ ദ ബുക്ക് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ പുസ്തകം. 21-ാമത്തെ അധ്യായം ആണ് നമ്മൾ ഇതിന്റെ കൺക്ലൂഷനായിട്ട് കാണുന്നത്. 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വചനങ്ങള്, അവിടെ നമ്മൾ കാണുക ലോഗോസ് ഹിം എന്നറിയപ്പെടുന്ന വചനത്തെക്കുറിച്ചുള്ള ഒരു വിചിന്തനമാണ്. ഈശോ തന്നെയാണ് വചനം എന്നത് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. യോഹന്നാന്റെ എല്ലാ എഴുത്തുകളും കൂടി നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ 3 സന്ദർഭങ്ങളിലാണ് ലോഗോസ് എന്ന് ഈശോയെ യോഹന്നാൻ വിളിക്കുക. ഒന്നാമത്തേത് ഈ 1-ാം അധ്യായം 1-ാം വചനത്തിൽ നമ്മൾ കാണുന്നത് ലോഗോസ് എന്ന് പറഞ്ഞാൽ ഒരു പെർസോണിഫിക്കേഷൻ ആണ് ഈശോയുടെ. രണ്ടാമത്തേത് ഈശോ ദൈവത്തിന്റെ ജീവൻ നൽകുന്ന വചനമാണെന്ന് യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1-2 വചനങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. മൂന്നാമത് നമ്മൾ കാണുക വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായം 13-ാമത്തെ വചനത്തിലാണ്. ഈശോ ലോകത്തെ വിധിക്കുന്ന വചനമാണെന്ന് വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്. വചനം എന്ന് പറഞ്ഞാൽ ഈശോയെ ലോഗോസ് എന്ന് വിളിക്കുമ്പോൾ എന്താണ് അത് അർത്ഥമാക്കുക? പഴയ നിയമത്തിൽ ദൈവത്തിന്റെ വചനം, യാഹ്വേയുടെ വചനം, ദബാർ യാഹ്വേ എന്ന് പറഞ്ഞാൽ അത് കേവലം സംസാരിക്കുന്ന വാക്കുകളല്ല, മറിച്ച് അത് സംഭവമാണ്. സംസാരത്തിനും അപ്പുറമുള്ള വാക്കുകളുടെ ശക്തി അതിലുണ്ട്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വചനം മുതൽ നമ്മൾ കാണുക വചനം മൂലം ഈ ഭൂമിയെ, ഈ ലോകത്തെ, പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് കാണുന്നു. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 46-47 വചനങ്ങളിൽ ജീവൻ നൽകുന്ന ശക്തിയാണ് വചനം എന്ന് നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 107-20-ാമത്തെ വചനത്തിൽ സൗഖ്യപ്പെടുത്തുന്ന ശക്തിയാണ് വചനം എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് സംസാരിക്കുന്ന വാക്കുകൾക്കും അപ്പുറമുള്ള ശക്തിയാണ്. സൃഷ്ടിക്കാനും ജീവൻ നൽകാനും സൗഖ്യപ്പെടുത്താനും ശക്തിയുള്ള ഒന്നാണ് ദൈവത്തിന്റെ വചനം. ലോഗോസ് എന്നാൽ ദൈവഹിതം വെളിപ്പെടുത്തുന്ന ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെയാണ് യോഹന്നാൻ സുവിശേഷകൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ദൈവത്തിന്റെ സ്വയം നൽകലാണ് ലോഗോസിലൂടെ നമുക്ക് കാണാൻ കഴിയുക. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-ാമത്തെ ഭാഗത്തെ ദ ബുക്ക് ഓഫ് സയൻസ് എന്നാണ് പറയുക. എന്താണ് ദ ബുക്ക് ഓഫ് സയൻസ് എന്ന് പറയാനുള്ള കാരണം? യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന അത്ഭുതങ്ങളൊന്നും ഈശോയുടെ ശക്തിയുടെ പ്രകടനമല്ല, മറിച്ച് ഈശോ ആരാണെന്ന് നമുക്ക് അറിയാൻ നമുക്ക് തരുന്ന വിശ്വസിക്കാനുള്ള മാർഗമാണ് അതിലൂടെ നമ്മൾ കാണുക. നമ്മൾ സമാന്തര സുവിശേഷങ്ങളിൽ കാണുന്ന ഈശോയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനെ ദുനാമിസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിക്കുക. അതിൻ്റെ അർത്ഥം പവർ എന്നാണ്, ശക്തി എന്നാണ്. എന്നാൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് കാണുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് സെമേയോൻ എന്ന് പറയുന്ന വാക്കാണ്. അതാണ് സൈൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 7 അത്ഭുതങ്ങളാണ് നമ്മൾ ഈ ബുക്ക് ഓഫ് സയൻസിൽ കാണുക.
അവയുടെ വിശദീകരണങ്ങൾ നൽകുന്ന സംഭാഷണങ്ങളുമാണ് 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ. അതിലെ ഒന്നാമത്തെ അത്ഭുതം കാനായിലെ കല്യാണം, 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. അവിടെ നമുക്ക് മനസ്സിലാകുന്ന അടയാളം ജീസസ് ഈസ് ദ ലോർഡ് ഓഫ് നേച്ചർ. 2-ാമത്തെ അത്ഭുതം രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നത്, 4-ാം അധ്യായം 43 മുതൽ 54 വരെയുള്ള വചനങ്ങൾ. അവിടെ നമ്മൾ കാണുക ജീസസ് ഈസ് ദ ലോർഡ് ഓഫ് ലൈഫ്. 3-ാമത്തെ അത്ഭുതം ബെത്സയിദയിലെ രോഗശാന്തിയാണ്. അവിടെ 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുക ഈശോ വീണ്ടും ജീവൻ നൽകാൻ കഴിയുന്ന, നഷ്ടപ്പെട്ട ജീവൻ നൽകാൻ കഴിയുന്ന വ്യക്തിയാണ് എന്നതാണ്. 4-ാമത്തെ അത്ഭുതം അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ്. 6-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ. അതിനെ തുടർന്ന് നമ്മൾ കാണുക ഈശോ തന്നെ കുറിച്ച് പറയുന്നുണ്ട്, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ് എന്ന്. ഈശോ ജീവന്റെ അപ്പമാണ് എന്നത് നമുക്ക് മനസ്സിലാകുന്നു. 5-ാമത്തെ അത്ഭുതം ഈശോ വെള്ളത്തിനു മീതെ നടക്കുന്നതാണ്. അത് നമ്മൾ 6-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വചനങ്ങളിൽ ഈശോ വെള്ളത്തിനു മീതെ നടക്കുന്ന സംഭവമാണ് നമ്മൾ കാണുക. അവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുക നമ്മളെ സഹായിക്കുന്ന, ഗൈഡ് ചെയ്യുന്ന വ്യക്തിയാണ് ഈശോ എന്നതാണ്. അന്ധനെ സുഖപ്പെടുത്തുന്ന 6-ാമത്തെ അത്ഭുതം അത് നമ്മൾ കാണുക 9-ാം അധ്യായത്തിൽ 1 മുതൽ 34 വരെയുള്ള വചനങ്ങളിലാണ്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീസസ് ഈസ് അവർ ലൈറ്റ്. 8-ാം അധ്യായം 12-ാം വചനത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന്. 7-ാമത്തെ അത്ഭുതമാണ് ലാസറിനെ ഉയർപ്പിക്കുന്നത്. അവിടെ ഈശോ താൻ തന്നെയാണ് നിത്യജീവൻ എന്നത് നമുക്ക് സൂചനയായിട്ട് പറഞ്ഞു തരുന്നു. ഇങ്ങനെ 7 അത്ഭുതങ്ങളിലൂടെയാണ് യോഹന്നാൻ സുവിശേഷകൻ ഈശോയെ നമ്മുടെ മുൻപിലേക്ക് കാണിച്ചു തരിക. അതുപോലെ തന്നെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട് 7 ഐ ആം സേയിങ്സ്, ഞാനാകുന്നു എന്ന് ഈശോ പറയുന്ന പഠിപ്പിക്കലുകൾ കാണുന്നുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ്. 6-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഞാൻ ജീവന്റെ അപ്പമാണ്. 8-ാം അധ്യായം 12-ാം വചനത്തിൽ ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. 10-ാം അധ്യായം 9-ാം വചനത്തിൽ ഐ ആം ദ ഡോർ, ഞാൻ വാതിലാണ് എന്ന് പറയുന്നുണ്ട്. 10-ാം അധ്യായം തന്നെ 11-ാമത്തെ വചനത്തിൽ ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ഞാൻ നല്ല ഇടയനാണ് എന്ന് ഈശോ പറയുന്നുണ്ട്. 11-ാം അധ്യായം 25-ാമത്തെ വചനത്തിൽ ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ് എന്ന് ഈശോ പറയുന്നു. 14-ാം അധ്യായം 6-ാം വചനത്തിൽ ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് ഈശോ പറയുന്നു. 15-ാം അധ്യായം 1-3 വചനങ്ങളിൽ ഐ ആം ദ വൈൻ, ഞാൻ മുന്തിരി ചെടിയാണ് എന്ന് ഈശോ പറയുന്നു. ഇങ്ങനെയുള്ള 7 ഐ ആം സേയിങ്സ് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. 7 അത്ഭുതങ്ങളും 7 ഐ ആം സേയിങ്സും ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-ാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണുക ദ ബുക്ക് ഓഫ് ഗ്ലോറി. ഈശോ സഹന മരണ ഉത്ഥാനങ്ങളിലൂടെ മഹത്വീകരിക്കപ്പെട്ടതിനെ കുറിച്ചാണ് യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ മുൻപിൽ പറഞ്ഞു വയ്ക്കുക. വചനമായ യേശു വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിന്റെ മഹത്വമാണ്. 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ മരണം കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല എന്നത് സൂചിപ്പിക്കുന്ന ഈശോയുടെ പ്രീസ്ലി പ്രെയർ അത് നമ്മൾ കാണുന്നുണ്ട്. സ്വർഗത്തിന്റെ മഹത്വവും ഭൂമിയും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്നത് ക്രിസ്തുവിലാണല്ലോ. മഹത്വത്തിന്റെ അടയാളമായ മരണ ഉത്ഥാനത്തിൽ ശിഷ്യന്മാർക്ക് ഇത് കാണാൻ സാധിക്കുമെന്നത് യോഹന്നാൻ പറയുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക വഴി അവന്റെ നാമത്തിൽ ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുക എന്ന് യോഹന്നാൻ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന ദൈവപുത്രനിൽ വിശ്വസിക്കാനും അങ്ങനെ വിശ്വസിക്കുക വഴി ദൈവത്തിന്റെ ജീവൻ നമ്മിൽ ഉണ്ടാകാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.